ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടെസ്റ്റിന് അല്പസമയത്തിനകം തുടക്കമാകും. രണ്ടാം മത്സരവും ജയിച്ച് പരമ്പര തൂത്തുവാരുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെയാണ് എസ് കെ. എന്തായാലും ഇന്ത്യയുടെ കാര്യവും ഓക്കെ ആകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആധികാരികമായി അനായാസമായാണ് ഇന്ത്യ ജയിച്ചത്. ഇന്നിങ്സിനും 140 റൺസിനും. ഇൻഡീസിനാവട്ടെ ഇന്ത്യയുടെ 448 റൺസ്. അത് 2 ഇന്നിങ്സിലും ബാറ്റ് ചെയ്തിട്ടും 2 തവണ ബാറ്റിങ്ങിന് അവസരം കിട്ടിയിട്ടും അതിൻ്റെ അടുത്തെത്തുവാൻ പോലും ആവാതെയാണ് കീഴടങ്ങിയത്. അങ്ങനെ ഇന്നിങ്സിനും 140 റൺസിൻ്റെയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതും 2.5 ദിവസം കൊണ്ട് തന്നെയാണ് ടെസ്റ്റ് തീർന്നത്. 2 തവണ ബാറ്റിങ്ങിന് എത്തിയപ്പോഴും 2 സെഷൻ പോലും പൂർത്തിയാക്കാനാവാതെയാണ് പഴയ പ്രതാപികൾ വീണു പോയത്. ഇന്ത്യ ആവട്ടെ വലിയ കരുത്താണ് കാണിച്ചത്. ഇന്ത്യക്ക് പോകുന്ന ഒരു എതിരാളികൾ പോലുമല്ല വെസ്റ്റ് ഇൻഡീസ് എന്ന തരത്തിലാണ് ഇന്ത്യ കളിച്ചത്. രണ്ടാം ടെസ്റ്റിലും ഡൽഹിയിലാണ് ഈ മത്സരം നടക്കുന്നത്. 9:30-ക്കാണ് മത്സരത്തിന് തുടക്കമാവുക. 9 മണിക്ക് ടോസ് വരും. അപ്പോൾ ഈ മത്സരത്തിലും ഇന്ത്യയുടെ ജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ആരാധകരും എക്സ്പേർട്സും ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്ത്യ അത്ര കണ്ട് ഡോമിനൻ്റ് ആയിട്ടാണ് കഴിഞ്ഞ ടെസ്റ്റ് ജയിച്ചത്. ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങളും കണക്കുകളും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് യാതൊരു തരം വെല്ലുവിളിയുമില്ല. ഇന്ത്യക്ക് വരാനിരിക്കുന്ന പരമ്പരകൾക്ക് ഒരു സന്നാഹം എന്ന തരത്തിലാണ് ഈ മത്സരത്തെ കാണുന്നത്. ഒപ്പം തന്നെ പല വാർത്തകളും വായിക്കുമ്പോൾ അതിലുള്ള ഒരു കാര്യം, എത്ര സമയം കൊണ്ട് ഈ മത്സരം ഇന്ത്യ ജയിക്കും, അല്ലെങ്കിൽ എത്ര റൺസിനായിരിക്കും, എത്ര വിക്കറ്റിനായിരിക്കും, എത്ര ആധികാരികമായിട്ടായിരിക്കും ഇന്ത്യയുടെ ജയം എന്നത് മാത്രമാണ് ചർച്ച എന്നുള്ളത്. ഇന്ത്യക്ക് ചില പരീക്ഷണങ്ങൾ കൂടി നടത്തേണ്ട അവസരമാണ്. കാരണം സായ് സുദർശന കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാനായില്ല. അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുത്തു നോക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി, അദ്ദേഹം ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഏകദിന 2020 ടീമുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടി ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്രൊമോഷൻ നൽകി അദ്ദേഹത്തിന് ഒരു ബാറ്റിംഗ് പരിശീലനത്തിനൊക്കെ തന്നെ ഒരു അവസരം കൊടുക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. ഇന്ത്യൻ നിലവിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇനി എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ പലരും പറയുന്നത് മുഹമ്മദ് സിറാജിനെ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി അദ്ദേഹത്തിന് വിശ്രമം നൽകി പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസ് ആവട്ടെ അവർക്ക് ഇന്ത്യയെ അട്ടിമറിച്ചേക്കാം എന്നുള്ള വലിയ ചിന്തകളൊന്നുമില്ല. വലിയ രീതിയിൽ തോൽക്കാതിരിക്കുക, അല്ലെങ്കിൽ കീഴടങ്ങുമ്പോൾ അത് മാന്യമായി കീഴടങ്ങണം എന്ന തരത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.